നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. നീ തന്നെ ജീവിതം സന്ധ്യയെ, നീ തന്നെ മരണവും സന്ധ്യയെ, നീ തന്ന ജീവിതം, നീ തന്ന മരണവും, നീ കൊണ്ടുപോകുന്നു സന്ധ്യയെ. വളരെ ശ്രദ്ധേയമായിട്ടുള്ള വരികളാണിത്. 80കളുടെ തുടക്കത്തിൽ കേരളത്തിലെ കോളേജുകളിൽ അലയടിച്ച പദ്യശകലങ്ങളാണിത്. ഇത് ചൊല്ലാത്ത വിദ്യാർത്ഥിനികളില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ ശ്രദ്ധയേറിയ പുതിയ ഭാവുകത്വം സമ്മാനിച്ച ആ സൃഷ്ടിയുടെ കർത്താവ് ആരാണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രണയത്തിൻ്റെ വേറിട്ട ഒരു ഭാവാത്മകത സൃഷ്ടിച്ചുകൊണ്ട് പകലുകൾ രാത്രികൾ എന്ന കവിതയ്ക്ക് മരണമില്ലായ്മ സമ്മാനിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടി പുറത്തിറങ്ങുന്നത്. ആധുനികതയുടെ വക്താവ്, ഉത്തരാധുനികതയുടെ വക്താവ് എന്നിങ്ങനെ ആധുനിക സാഹിത്യത്തിൻ്റെ കേരളത്തിലേക്കുള്ള പറിച്ചുനടലിൽ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു പ്രവർത്തന പന്താവ് രൂപീകരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം ഒരു പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു, വിമർശകനായിരുന്നു, ഭാഷാ പണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ നാടകം, ചിത്രരചന, സിനിമ ഇവയിലൊക്കെ സാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. 1930 സെപ്റ്റംബർ 12 ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ ജനനം സംഭവിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം കരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അച്ഛൻ ഇ നാരായണൻ നമ്പൂതിരി, അമ്മ എം മീനാക്ഷി അമ്മ. കാവാലം ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പഠനം നടക്കുന്നത്. പിന്നീട് NSS മിഡിൽ സ്കൂളിൽ, മാങ്കൊമ്പ് ഔട്ടം തിരുനാൾ സ്കൂളിൽ, പുളിങ്കുന്ന് സെൻറ് ജോസഫ് സ്കൂളിൽ അങ്ങനെ ആ പഠനം തുടരുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പിന്നീട് പഠനം നടത്തുന്നത് കോളേജ് തലങ്ങളിലാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ പഠനം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഓണേഴ്സ് ബിരുദം എന്നിങ്ങനെ അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം തൻ്റെ പ്രവർത്തനം, കോളേജ് പഠനം പിന്നീട് തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം ഹൈദരാബാദിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അദ്ദേഹം പഠനം ഏർപ്പെട്ടു. ആംഗലേയ ഭാഷയിൽ വലിയ രീതിയിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA യും PhD ഈ ബിരുദങ്ങൾ അദ്ദേഹം നേടിയെടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം അധ്യാപന രംഗത്തേക്കാണ് അദ്ദേഹം ശക്തമായി മുന്നോട്ട് വരുന്നത്. കോട്ടയം CMS കോളേജിൽ 1 വർഷം അദ്ദേഹം അധ്യാപകവൃത്തിയിൽ ഏർപ്പെട്ടു. പിന്നീട് 1952 തിരുവനന്തപുരം MG കോളേജിലെത്തി ദീർഘകാലം ഇവിടെ അധ്യാപക ജീവിതം അനുഷ്ഠിച്ചു. പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം അധ്യാപക ജീവിതം തുടർന്നു. കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക പർവ്വം നമുക്ക് കാണുവാൻ കഴിയുക. ഈ ഔദ്യോഗിക പർവ്വത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വളരെ ശക്തമായ രീതിയിലേക്ക് മലയാള സാഹിത്യത്തെ ആധുനികതയുടെ കാലഘട്ടത്തിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. അദ്ദേഹം നിരന്തരമായ നവീകരണത്തിലൂടെ ഒരു ഭാഷയെ നവീകരിക്കുന്നു, കവിതാ രീതികളെ നവീകരിക്കുന്നു. അങ്ങനെ നിരന്തരമായ നവീകരണത്തിലൂടെ മലയാള കവിതയെ ലോക കവിതയ്ക്ക് സമാനമാക്കി മാറ്റിയെടുക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി TS എലിയട്ട് എന്ന് പറയുന്ന ആധുനികയുടെ വക്താവ് അലയടിക്കുന്നൊരു കാലഘട്ടമാണ്. ആദ്യ ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ. ആ കാലഘട്ടത്തിന് ശേഷം അതോടൊപ്പം അല്ലെങ്കിൽ പോലും TS എലിയട്ട് വെച്ചിട്ടുള്ള ആധുനികതയും ഉത്തരാധുനികതയും ആ ആശയങ്ങളെ ഒട്ടും
ചോർച്ച കൂടാതെ മലയാളത്തിൽ ആവിഷ്കരിക്കുകയും അത് മലയാളത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു പരിധി പരിശോധിച്ചു കഴിഞ്ഞാൽ ടി.എസ്. എലിയട്ടിന് മേലെ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ട സൃഷ്ടികൾ നമ്മുടെ സമൂഹത്തിൽ അലയടിക്കുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം. ടി.എസ്. എലിയട്ടിൻ്റെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടി ദ വേസ്റ്റ് ലാൻഡ് അതിമനോഹരമായ ഭാഷയിലാണ് അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായത്. ടി.എസ്. എലിയട്ടിൻ്റെ വേസ്റ്റ് ലാൻഡാണോ മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം എഴുതിയതാണോ ഭാഷാപരമായും ആഖ്യാനപരമായും മുന്നിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ സംശയം കടന്നുകൂടുമെന്ന സംശയമില്ല. വിവർത്തന സൃഷ്ടി ഉദാത്തം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ തലത്തിലൊക്കെ തന്നെ അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ, മലയാളത്തെ പ്രതികരിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം മലയാള സാഹിത്യത്തിൻ്റെ ഒരു ആഗോള അംബാസഡർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആഗോള പതിപ്പായിരുന്നു അദ്ദേഹം. ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ആംഗലേയത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആംഗലേയത്തിലെ സൃഷ്ടികൾ പലതും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഭാഷയിൽ വലിയ രീതിയിൽ ഗഹനമായിട്ടുള്ള പരിജ്ഞാനം, ഇംഗ്ലീഷ് ഭാഷയിൽ ഗഹനമായിട്ടുള്ള പരിജ്ഞാനമുള്ളത് കൊണ്ട് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ സാധ്യതമായി എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മലയാള കവിത എന്ന് പറയുന്ന കവിതയെ കാൽപ്പനിക കാലഘട്ടത്തിൽ നിന്നും അതിനെ പുറത്തെടുത്തുകൊണ്ട് വൃത്തനിബദ്ധമായിട്ടുള്ള കവിതകൾ, ആ കവിതകളിൽ നിന്നൊക്കെ പുറത്തെടുത്തുകൊണ്ട് ആ കവിതയെ ആധുനികവും ഉത്തരാധുനികവുമായിട്ട് പരിഷ്കരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പലരും ശങ്കിച്ച ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷേ ആ ശങ്കിച്ച യാഥാർത്ഥ്യങ്ങളെല്ലാം അനായാസം കടന്നു പോവുകയും അനുവാചകരുടെ ഹൃദയങ്ങളിൽ ഈ കഥ ചേക്കേറുകയും ചെയ്തപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വളരെ വലിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് ഇന്നും ആളുകൾ നാടുവിൻ്റെ മക്കളെ എന്ന് പറയുന്ന കവിത അടക്കമുള്ള കവിതകൾ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് അത് പരാവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെയുള്ള ഒരു സൃഷ്ടി പരത അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സൃഷ്ടികളെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുക 1960-കളിൽ അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുള്ള കേശബന്ധു വാരികൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കുരുക്ഷേത്രം എന്ന് പറയുന്ന കവിതയാണ്. അതാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലെ ആധുനിക കവിതയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കവിതയായി പരിഗണിക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് ആധുനികത തുടങ്ങുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ആധുനികയുടെ ആധാരശിലയായി നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ തലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഒരു ആധുനികത മലയാള ഭാഷയിലേക്ക് പറിച്ചു കടന്നതിൽ, മലയാള സാഹിത്യത്തിലേക്ക് അത് പറിച്ചു കടന്നതിൽ, കവിതകളിലേക്കും മറ്റും ഈ കാര്യങ്ങൾ പരാവർത്തനം ചെയ്യുന്നതിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായി. ഇപ്പോൾ കഥയിൽ നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് ഇവിടെ ആധുനികത കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ചില ആളുകളുണ്ട്. മാധവിക്കുട്ടിയുണ്ട്, ടി പത്മനാഭനുണ്ട്, ഒ.വി. വിജയനുണ്ട്, M.T. ഉണ്ട്. ഇങ്ങനെയുള്ളൊരു നിര നമ്മുടെ മുന്നിലേക്ക് വളരെ വേഗത്തിൽ കടന്നെത്തും. പക്ഷേ കവിതയിലേക്ക് ആധുനികത കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിൻ്റെ പിതാവായി നമുക്ക് വാഴ്ത്തപ്പെടാവുന്നത് അയ്യപ്പ പണിക്കരെ മാത്രമാണ് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളണം. അതിന് പിൻപറ്റി കടന്നു വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആധുനികത ആരാണ് കേരളത്തിന് കൃത്യമായി അത് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം വളരെ കൃത്യമാണ്. ആ ഉത്തരം അയ്യപ്പ പണിക്കരാണ് എന്ന കാര്യം സംശയമില്ല. അദ്ദേഹം ഈ കവിത ലോകത്തും ഗദ്യത്തിലും പദ്യത്തിലും ഒരുപോലെ തിളങ്ങിയ ഒരു വ്യക്തിയാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. രണ്ടിലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാർട്ടൂൺ കവിതകളുണ്ട്, കടം കവിതകളുണ്ട്, ആശയപ്രകാശത്തിൽ ഊന്നിയിട്ടുള്ള കവിതകളുണ്ട്, ഐറണി അങ്ങനെയുള്ള കവിതകളുണ്ട്, ഇങ്ങനെ വിരോധാഭാസം നിറഞ്ഞ കവിതകളുണ്ട്. ഇതെല്ലാം സമൂഹത്തെ കൃത്യമായ രീതിയിലേക്ക് അതിനെ പ്രചോദിപ്പിക്കുവാനും സമൂഹത്തിലെ നന്മതിന്മകളെ വേർതിരിച്ച് കാട്ടുവാനും രാഷ്ട്രീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഈ ആളുകൾ സൃഷ്ടിക്കുന്ന പുറകിലോട്ടുള്ള പിടിച്ചു വലിക്കലിന്, ഈ മുഖ്യധാരയിൽ നിന്നും സാധാരണ ജനങ്ങളെ പിടിച്ചു വലിക്കുന്നതിന് ഒരു പരിധിവരെ തടയുന്നതിന് സഹായകരമാകുന്ന സൃഷ്ടികളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അധികാരത്തെയും കക്ഷി രാഷ്ട്രീയത്തെയും മതത്തെയും ഇവർ സൃഷ്ടിക്കുന്ന തെറ്റായ പ്രവണതകളെ ജനങ്ങളെ തെറ്റായ രീതിയിൽ തള്ളിവിടുന്നതിനെ അതിശക്തമായി വിമർശിക്കുകയും അതിനെതിരെ പടവാൾ ഉയർത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ പടവാൾ ഉയർത്തിയത് അദ്ദേഹം ഈ കവിതകളിലൂടെയാണ്,
കഥകളിലൂടെയാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഗതികളിലൂടെയാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അധികാരത്തെയും അതുപോലെ ദുഷിച്ച അധികാരത്തെയും മറ്റും വലിയ രീതിയിൽ അദ്ദേഹം അതിനെ എതിർത്തിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അധികാരത്തോട് ഒട്ടും ഭ്രമം തോന്നിയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം വലിയ അധികാര സോപാനങ്ങൾ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പദവി വാഗ്ദാനം ചെയ്തിട്ട് പോലും അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കുവാൻ ഉള്ള താല്പര്യമാണ് കാട്ടുകയുണ്ടായത്. അദ്ദേഹത്തെ വിളിച്ച് വൈസ് ചാൻസലർ പദവി വാഗ്ദാനം ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം ദയവ് ചെയ്ത് എനിക്ക് അത് തരരുത്, എനിക്ക് ഒട്ടേറെ വായിക്കുവാനുണ്ട്, ഒട്ടേറെ എഴുതുവാനുണ്ട്. ആ സർഗ വ്യാപാരത്തിനിടയിൽ ഇപ്രകാരമുള്ള ചില പദവികളിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്നെ പുറകോട്ട് വലിപ്പിക്കും, എൻ്റെ എൻ്റെ ശേഷിയെ, എൻ്റെ ഒരു ക്രിയാത്മകതയെ അത് പുറകിലേക്ക് നയിക്കും എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കടന്നു പോവുകയുണ്ടായത്. അപ്പോൾ അധികാരത്തിനോട് ഒട്ടും ഭ്രമം കാട്ടാതെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു എന്നത് കൂടി ഇത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വളരെയേറെയുണ്ട്. അത് ഓരോ സൃഷ്ടികളിലും അതിൻ്റെ പുതുമ കാത്തു സൂക്ഷിക്കുന്ന സൃഷ്ടികളിലാണ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ പറ്റി നമ്മൾ ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടുള്ളത് അയ്യപ്പമണിക്കര കൃതികൾ എന്ന് പറയുന്ന 4 ഭാഗമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കുരുക്ഷേത്രം, അയ്യപ്പമണിക്കര ലേഖനങ്ങൾ 2 ഭാഗം, തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ചുള്ള ജീവചരിത്രം, അതുപോലെ കാർട്ടൂൺ കഥകളും അതുപോലെ തന്നെ മഹാരാജ കഥകളും 10 കവിതകളും പഠനങ്ങളും എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടി, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് സ്ഥാനം പിടിച്ച മറ്റൊരു സൃഷ്ടി, ഗോത്രയാനം, പൂച്ചയും ഷേക്സ്പിയറും കവിതകൾ, വിവർത്തന കവിതകൾ, അതുപോലെ തന്നെ സൗത്ത് ബൗണ്ട് ഇംഗ്ലീഷ് കവിതകളാണത്, ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ് എന്ന് പറയുന്ന മറ്റൊരു ഇംഗ്ലീഷ് സൃഷ്ടി, ക്യൂബൻ കവിതകൾ, ഗുരു ഗ്രന്ഥ സാഹിബ്, ഹേ ഗഗാറിൻ, കുടുംബ പുരാണം, മൃത്യു, കുതിര കൊമ്പ്, മർത്യപൂജ, സൂപ്പർമാൻ ഒരു സ്ക്രീൻ പ്ലേ ആണിത്, പുരൂരവസ്. ഈ പറയുന്ന സൃഷ്ടികളിൽ ഓരോ സൃഷ്ടികളിലും അതിൻ്റേതായ തനതായുള്ള മുദ്ര പതിപ്പിച്ചു പോയിട്ടുള്ള സൃഷ്ടിയാണ്. പുരൂരവസിനെ പറ്റി 2 വാക്ക് പറയേണ്ടതുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാൽപ്പനിക കവിതയായി നമുക്ക് അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ 5 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ജോല, ലത, ഗീതം, മൺകുടീര, പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള 5 ഭാഗങ്ങളിലൂടെ അത് മുന്നോട്ട് പോകുന്നു. പ്രണയത്തിന് പുതിയൊരു തലം കൊടുത്ത ഒരു സൃഷ്ടിയാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുരൂരവസ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒന്ന് വേറിട്ട ശൈലി അവലംബിക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൃഷ്ടികളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ സൃഷ്ടികളൊക്കെ തന്നെ സമൂഹത്തിലേക്ക് വലിയ രീതിയിലുള്ള തിരിച്ചറിവ് പ്രദാനം ചെയ്യുന്നതും അടിസ്ഥാന വർഗത്തെ പ്രചോദിപ്പിക്കുന്നതും സമൂഹത്തിലെ ഉച്ചനീചിത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ് എന്ന് കൂടി ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. അദ്ദേഹം പാശ്ചാത്യ സാഹിത്യത്തിൽ വലിയ പണ്ഡിതനാണ് എന്ന കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ പാശ്ചാത്യ സാഹിത്യ പണ്ഡിതനായിരുന്നെങ്കിലും പ്രമേയ പരിസരം അദ്ദേഹം ആധാരമാക്കിയത് കേരളക്കര തന്നെയാണ്. പ്രമേയ പരിസരത്തിലേക്ക് അദ്ദേഹം ഈ ആധുനികതയോ അല്ലെ പാശ്ചാത്യ ചിന്തകളോ മറ്റോ കടത്തി വിടുകയുണ്ടായില്ല. പാശ്ചാത്യപരമായ കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടുവെങ്കിൽ പോലും, ആ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഉൾക്കൊണ്ടുവെങ്കിലും അത് സ്വന്തം മണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വന്തം പ്രമേയ പരിസരത്തിൽ നിന്നുകൊണ്ട്, സ്വന്തം ഭാഷയുടെയും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ നിവർത്തിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും പല സാഹിത്യകാരന്മാരും ഈ പ്രമേയ പരിസരത്തെ ഒഴിവാക്കിക്കൊണ്ട് സൃഷ്ടികൾ നടത്തുന്നതാണ്. അയ്യപ്പമണിക്കർ തികച്ചും വ്യത്യസ്തമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും സാഹിത്യ ലോകത്ത് വലിയ രീതിയിലുള്ള മാനങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് നിറഞ്ഞാടുകയുണ്ടായി. ഒട്ടേറെ പ്രകൃഷ്ട കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഗദ്യവും പദ്യവും ഒരുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആധുനികതയുടെ ഒരു പിതൃസ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ക്യാമ്പസുകളെ പോലും വലിയ രീതിയിൽ ആവേശം കൊള്ളിച്ച, ഇപ്പോൾ പോലും ആ ആവേശം കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. സരസ്വതി സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം കവിതയ്ക്ക് അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞു. നിരൂപണത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ആശാൻ പ്രൈസ് ലഭിച്ചു. മഹാകവി പന്തളം കേരള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അവാർഡുകൾ നീളുകയാണ്. അദ്ദേഹം വയലാർ അവാർഡ് നിരസിച്ച ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് തലത്തിൽ അദ്ദേഹത്തെ പരിശോധിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ഒരു മലയാള ഭാഷയെ സംബന്ധിച്ച്
ആധുനികത കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ കാൽപ്പനികമായിട്ടുള്ള ചില ഭാവങ്ങളെ ഒരു പ്രത്യേക തലത്തിൽ അതിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സമ്പൂർണ്ണമായി ആധുനികത കൊണ്ടുവന്നതുകൊണ്ട് അതുവരെയുള്ള സൃഷ്ടി തലങ്ങളെ അദ്ദേഹം തള്ളിപ്പറയുകയുണ്ടായില്ല. ആ സൃഷ്ടി തലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് അദ്ദേഹം ആധുനികതയിലേക്കും ഉത്തരാധുനികതയിലേക്കും നടന്നെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മം. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹം വ്യാപരിച്ചു. ആ ഒരു സൃഷ്ടികളിലൊക്കെ തന്നെ അത് അനുവാചകരെ വലിയ രീതിയിൽ ആഹ്ലാദിപ്പിക്കുവാനും അവരെ ചിന്തിപ്പിക്കുവാനും ഒക്കെ പ്രേരകമായി എന്നാണ് അയ്യപ്പ പണിക്കരുടെ കവിതകളുടെ പ്രത്യേകതയെ കണക്കാക്കപ്പെടുന്നത്. 2006 ഓഗസ്റ്റ് 23 അദ്ദേഹത്തിന് മരണം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം മൂലമാണ് അദ്ദേഹം മരണമടയുകയുണ്ടായത്. വേണ്ടത്ര ബഹുമതിയോടുകൂടി ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് അദ്ദേഹത്തിന് മൃതദേഹം സംസ്കരിക്കുകയുണ്ടായത്. എന്തായാലും അയ്യപ്പ പണിക്കരുടെ കവിതകൾ മലയാളമുള്ള കാലത്തോളം നിലനിൽക്കും എന്ന സംശയമില്ല. തന്നെയുമല്ല, മലയാളത്തിൻ്റെ ഒരു കഥ മാത്രം ഇവിടെ പറയില്ല. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വളരെയേറെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മറ്റ് ഭാഷകളിലേക്ക്, ഇതര ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്രകാരമുള്ളൊരു കവിയെ നമുക്ക് ലഭിച്ചത് വലിയ അനുഗ്രഹമായിരുന്നു. അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇനിയും പഠന വിധേയമാക്കേണ്ടതുകൊണ്ട് എന്തായാലും അദ്ദേഹം മലയാളത്തിൽ നൽകിയ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.